പാഠം 677. കളി കാര്യമാവുമ്പോൾ. മുടിഞ്ഞ പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോയിട്ട് ഇനി എന്തെല്ലാം ഒപ്പിക്കാനാണോ എന്തോ. അമ്മാവൻ രാവിലെ തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. എന്താണാവോ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ആളുകൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത നീ എന്തു വയ്ക്കലാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തെ അറിയിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കാനുമാണ് പ്രാർത്ഥന. ഞങ്ങള് വക്കീലമാര് ഞങ്ങളുടെ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കോടതി അറിയിക്കുന്നതിന് ഹർജി എന്ന് പറയും. പക്ഷേ നാട്ടിലെ നിയമങ്ങളും ന്യായവും ഒക്കെ നോക്കിയാണ് ഞങ്ങൾ ഹർജി കൊടുക്കുന്നത്. അമ്മാവന്റെ ഹർജി ഇനി എന്തിനാണാവോ എന്തോ. നിനക്കെന്താ അമ്മാവന്റെ കാര്യം പറയുമ്പോൾ പുച്ഛം? അയ്യോ, എനിക്ക് ഒരു പുച്ഛവും ഇല്ലേ. ഇന്നലെ രാവിലെ ഇതിനേക്കാട്ടിലും വലിയ പ്രാർത്ഥനയായിരുന്നു അമ്മാവൻ. പ്രാർത്ഥന കഴിഞ്ഞ് രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ ഒരു പോക്ക് പോയതിനെ പറ്റി ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ? അമ്മാവന്റെ മനുഷ്യസ്നേഹം അതിര് വിട്ടപ്പോ മോഹനേട്ടന് നഷ്ടപ്പെട്ടത് രൂപ 2500. അത് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് വീണ്ടും നാട് നന്നാക്കാനാണോ പോക്കുന്നൊന്ന് ചോദിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ കാശ് ചോദിച്ച ആൾക്കാർ വീട്ടിൽ കയറി വരുമ്പോൾ വിവരം അറിയും. ആമേ, ഇന്നലെ അമ്മാവൻ ചെയ്തത് കുറച്ച് കടന്ന കൈയായി പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അമ്മാവൻ അങ്ങനെ ചെയ്തത്? അമ്മാവൻ കടയിൽ ചെന്നപ്പോഴാണ് നമ്മുടെ നാട്ടുകാരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ അറിയുന്നത്. അപ്പോ സഹായിക്കാം എന്ന് അമ്മാവന് തോന്നി. മനസ്സിൽ നന്മയുള്ളവർക്ക് അങ്ങനെ തോന്നും. അത് ഒരു തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാനും കണ്ണി കാണുന്ന ആളുകൾക്കൊക്കെ കാശ് വാരിക്കുരിയും കൊടുത്താലോ? വഴി കാണുന്ന ഒരു പിച്ചക്കാരന് 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൂർത്താണെന്ന് പറയുന്ന മോഹനേട്ടന് അമ്മാവിനെ കാണിക്കുന്നതിലൊന്നും ഒരു വിരോധവും ഇല്ല. ഇതിനെയാണ് അവസരവാദം എന്ന് പറയുന്നത്. ഒരവസരവാദവുമല്ല. അമ്മാവൻ കരുതി ഞാൻ നാട്ടിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണല്ലോ, അതുകൊണ്ട് എല്ലാവരെയും സഹായിക്കാനുള്ള പൈസ എന്റെ കയ്യിൽ കാണും എന്ന്. എനിക്കൊരു നല്ല പേരുണ്ടാകട്ടെ എന്ന നല്ല ഉദ്ദേശം മാത്രമേ അമ്മാവനുണ്ടായിരുന്നുള്ളൂ. മോഹനേട്ടൻ അമ്മാവനെ ന്യായീകരിക്കാൻ ഇതും പറയും ഇതിനപ്പുറം പറയുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. വക്കീലെ നമസ്കാരമുണ്ട്. സാറേ നമസ്കാരം. ഞാൻ വക്കീലിനൊന്ന് കാണാൻ വേണ്ടി വന്നത്. എന്താ ഉത്തമ? പ്രകാശന് ദിനേശന് തമ്മിൽ ഇന്നലെയും പിന്നെയും വഴക്കായി വക്കീലെ. ഒരു മാസമായി രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നല്ലോ. ഇന്നലെ മാധവൻ കുട്ടിയുടെ പലചരക്ക് കടയിലെ മുമ്പിൽ വെച്ച് രണ്ടുപേരും 1-2 പറഞ്ഞ് വഴക്കായി. പ്രകാശനും ദിനേശനും തമ്മിലുള്ള വഴക്കിന് ഈ ഭൂമിയുടെ അത്രയും വഴക്കുണ്ടല്ലോ ഉത്തമ. ഇതുവരെ തീർന്നില്ലേ? അല്ല സാറേ, ഈ വക്കീല് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടൻ കൂടെ ഇടപെട്ട് അതൊക്കെ തീർത്തതാണ്. പക്ഷെ പിന്നെയും വഴക്കായി ആവുമല്ലോ. എങ്ങനെ ആവാതിരിക്കും? ഈ വക്കീലല്ലേ വഴക്ക് ഒത്തുതീർപ്പാക്കിയത്. അല്ല സാറേ, ഈ വക്കീലിന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ പിന്നെയും വഴക്കുണ്ടായത്. പിന്നെ കുഴപ്പമുണ്ടാ? ആരുടെ കുഴപ്പമുണ്ടാ? ഉത്തമ, പ്രകാശനും ദിനേശനും തമ്മിൽ വഴക്കായി. വഴക്കിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടായപ്പോഴൊക്കെ പ്രകാശന് വേണ്ടി വാദിച്ചതാരാ? ഈ നിൽക്കുന്ന വക്കീല്. അങ്ങനെ വാദിച്ചപ്പോ ഈ വക്കീലിന് ഫീസ് കിട്ടി. ഇനിയും അവർ തമ്മിൽ വഴക്കുണ്ടായാലല്ലേ ഈ വക്കീലിന് കേസ് കിട്ടൂ. അല്ല സാറേ, അങ്ങനെയല്ല. അങ്ങനെയാണ് ഉത്തമ. രണ്ടുപേർ തമ്മിലുള്ള വഴക്ക് ഈ വക്കീലന്മാർ തീർക്കുന്നത് അപ്പോ ഫീസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവർ വഴക്കുണ്ടാക്കിയാലല്ലേ ഈ വക്കീലന്മാർക്ക് കേസും ആ വഴി വലിയ ഫീസും കിട്ടും. ഇപ്പോഴത്തെ കേസ് അല്ല സാറേ, ഇന്നലത്തെ വഴക്കിനിടയിൽ പ്രകാശൻ ദിനേശനെ അങ്ങ് തല്ലി. പ്രകാശനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി പ്രകാശനെ ഇറക്കണമെങ്കിൽ ഈ വക്കീൽ വിചാരിക്കും.
അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഈ വക്കീലിന് ഫീസ് കിട്ടണം. ചുരുക്കത്തിൽ പ്രകാശനും ദിനേശനും തമ്മിലുള്ള വഴക്ക് ഒരു കാലത്തും തീരാതിരിക്കുന്നതാണ് ഈ വക്കീലിന് നല്ലത്. ഇതൊക്കെ എന്നും മനസ്സിലാക്കുമോ? വക്കീലെ, അതിപ്പോ സാറങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒന്നും കരുതിയിട്ടില്ല കേട്ടാ. പ്രകാശ സ്റ്റേഷനിലാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറച്ചേരം അവിടെ തന്നെ ഇരിക്കട്ടെ. വഴക്കൊണ്ടൊക്കെ പോയിട്ടില്ലേ? ഞാനൊരു 11 മണിയാകുമ്പോഴേക്കും സ്റ്റേഷനിലേക്ക് വന്നോളാം. എസ് ഐ ഞാൻ വിളിച്ചോളാം. അതിനു മുന്നേ ഇവിടുത്തെ കേസിന് ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. കൊത്തി കൊത്തി വില്ലേജ് ഓഫീസർ മുറത്ത് കയറി കുത്തി തുടങ്ങി. അപ്പൊ ഇന്നത്തേക്കുള്ളതായി. ഇനി ഇത് കയ്യാങ്കളിയായി വക്കീലിനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ ഇനി വേറെ വക്കീലിനെ അന്വേഷിക്കേണ്ടി വരുമോ എന്തോ. വലിയുന്നതാണ് ബുദ്ധി. മോഹനേട്ടാ, പുറത്തുനിന്നൊരാള് മോഹനേട്ടനെ കാണാൻ വരുമ്പോ ഞാൻ വില്ലേജ് ഓഫീസിനെ പറ്റി എനിക്ക് വായി തോന്നുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് ഇഷ്ടപ്പെടുവോ? അങ്ങനെ വായി തോന്നുന്നു പറയേണ്ട കാര്യം നിനക്കെന്താണ്? എന്റെ ജോലിയെ പറ്റി മോഹനേട്ടന് പറയാമെങ്കിൽ മോഹനേട്ടന്റെ ജോലിയെ പറ്റി എനിക്ക് പറയാം. അതേപോലെ ന്യായം. എന്റെയും നിന്റെയും ജോലി ഒരുപോലെയാണെങ്കിലല്ലേ നിനക്ക് അങ്ങനെ പറയാൻ പറ്റൂ? ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊതുജനങ്ങളുടെ സ്ഥാപനമാണ്. എനിക്ക് ശമ്പളം തരുന്നത് പൊതുജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ്. ചുരുക്കത്തിൽ ഞാൻ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെ ഉദ്യോഗസ്ഥനാണ്. നീയോ? നീ കേസ് വാദിക്കുന്നത് വ്യക്തികൾക്ക് വേണ്ടിയാണ്. നാട്ടിലെ നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്നെപ്പോലുള്ള വക്കീലന്മാരെ വന്ന് കാണും. നിങ്ങൾ അവരെ സഹായിക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ജോലി ഒരിക്കലും ഒരുപോലെ അല്ല. ജോലിയുടെ മേന്മയും വലിപ്പമൊന്നുമല്ല മോഹനേട്ടന്റെ പ്രശ്നം. ഞാനൊരു മനുഷ്യജീവിയാണ്, ഒരു ഭാര്യയാണ്. ആ 2 തരത്തിലുള്ള മര്യാദ എന്നോട് മറ്റുള്ളവർ കാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതുവരെ ഞാൻ അങ്ങോട്ട് കാണിച്ചൊരു മര്യാദ ഉണ്ടല്ലോ, അത് ഞാനങ്ങ് വേണ്ടെന്ന് വയ്ക്കും. ഇതിലിപ്പോ നീ ഇത്ര ചൂടാവന്നിരിക്കുന്നു. പ്രകാശനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിൽ ഒരു വക്കീൽ എന്ന നിലയിൽ നിനക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ? അത് പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റ്? ഞങ്ങള് വക്കീലമാർ ഓരോരോ പ്രശ്നങ്ങൾ തീർക്കുന്നത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് മോനോട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതെന്താ തെറ്റ്? മരുന്ന് കമ്പനിക്കാർ മരുന്നുണ്ടാക്കി വിൽക്കുന്നത് അസുഖം മാറാൻ വേണ്ടിയാണ്. പക്ഷെ പിന്നെ ഒരാൾക്കും അസുഖം വന്നില്ലെങ്കിൽ അവരുടെ കമ്പനി വിട്ടുപോകില്ലേ? അപ്പോ എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകണമെന്നാണോ ഉണ്ടാകരുതേ എന്നാണോ അവരുടെ പ്രാർത്ഥന? നമ്മൾ പറഞ്ഞ വിഷയം മരുന്ന് കമ്പനി തമ്മിൽ എന്താ ബന്ധം? ഉണ്ടല്ലോ. എന്നെ പോലുള്ള ആളുകൾ ലോകത്തുള്ള എല്ലാവരും നന്നായിരിക്കണേ, എല്ലാവരും നന്നായി പെരുമാറണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. നിങ്ങൾ വക്കീലന്മാർക്ക് അത് പറ്റില്ല. കാരണം ലോകത്ത് കൊള്ളയും കൊലയും മോഷണവും തട്ടിപ്പൊക്കെ ഉണ്ടായില്ലെങ്കിൽ പിന്നെ വക്കീലന്മാർക്ക് ജോലി ഉണ്ടാവില്ലല്ലോ. അതാണ് നോക്ക്. പോയി നോക്ക്. എന്നെ കാണാൻ വന്ന ആരെങ്കിലും ആണെങ്കിൽ അവരോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് മോഹനേട്ടൻ നല്ലത്. ഇല്ലെങ്കിൽ മോഹനേട്ടൻ കാണിക്കുന്നതൊക്കെ ഞാൻ തിരിച്ചും കാണിച്ചു തുടങ്ങും. നമസ്കാരം. നമസ്കാരം. ആരാണ്? ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. വക്കീലില്ലേ? വക്കീലുണ്ട്. എന്തെങ്കിലും കേസിന്റെ കാര്യമാണോ? അതെ, എന്റെ ചേട്ടനെ പോലീസ് പിടിച്ചു. വക്കീലിനെ കൂട്ടി സ്റ്റേഷനിൽ ചെന്നാലേ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. എന്താ കേസ്? മോഷണ കേസാ. അങ്ങനെ വലിയ മോഷണമൊന്നുമില്ല സ്വാമി. അപ്പുറത്തെ പറമ്പിൽ നിന്ന് 1 കിലോ തേങ്ങ അവൻ എടുത്തു. അത് പോലീസ് കേസാക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമസ്കാരം സർ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആ സൊസൈറ്റി എടുത്ത് പച്ചക്കറി കട നടത്തുന്ന ശശി. മനസ്സിലായി. എന്താ ശശി വന്നത്? ഒരു കേസിന്റെ കാര്യത്തിനാ. വക്കീൽ ഒന്ന് കാണാൻ വന്നതാ. മോഹനകൃഷ്ണ, ഈ ശശി കൊണ്ടുവന്ന കേസ് എന്താണെന്ന് നീ കേട്ടില്ലല്ലോ? ഇല്ല. ഇയാളുടെ ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? ഭാസ്കരൻ. ഭാസ്കരൻ. ഭാസ്കരൻ തൊട്ടടുത്ത പുരയിടത്തിൽ നിന്നും 1 കിലോ തേങ്ങ മോഷ്ടിച്ചു. അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഇത്തരം തേങ്ങാമോഷണക്കാരുടെ കേസാണോ നിന്റെ ഭാര്യ വാദിക്കുന്നത്? നാട്ടുകാർ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറല്ലേ നീ? നിന്റെ ഭാര്യ തേങ്ങാക്കള്ളന്റെ കേസ് വാദിച്ചാൽ അതിന്റെ കുറച്ചിൽ നിനക്കല്ലേ? ശശി, ഇവിടത്തെ വക്കീല് ഈ കേസ് വാദിക്കുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്.
എനിക്ക് വക്കീലിനെ പരിചയമുണ്ട്. അതുകൊണ്ടെന്താ? എന്തൊക്കെ പറഞ്ഞാലും ഈ കേസ് വാദിക്കണമെങ്കിൽ വേറെ വക്കീലിനെ അന്വേഷിച്ചോണം. എന്താ എന്താ പ്രശ്നം? ശശിയോ? എന്താ ശശി? ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. സത്യഭാമേ, ഇവന്റെ ചേട്ടൻ ഏതോ പറമ്പിൽ കയറി തേങ്ങ മോഷ്ടിച്ചെന്ന്. തേങ്ങ മോഷ്ടിച്ചാൽ പോലീസ് പിടിക്കില്ലേ? അതിനാണല്ലോ പോലീസ്. ഇപ്പൊ അയാളെ ജാമ്യത്തിലിറക്കാൻ നീ ചെല്ലണമെന്ന്. കുടുംബത്തിൽ പിറന്നവർക്ക് ഇടപെടാൻ പറ്റുന്ന കേസാണോ ഇത്? അല്ല മാവ, കേസ് എന്താണ് എന്നതല്ലല്ലോ പ്രശ്നം. അതൊരു പ്രശ്നമാണ്. അമ്മാവൻ പറഞ്ഞു തന്നെയാണ് കാര്യം. ഇത്തരം കേസുകൾ ഈ വക്കീൽ വാദിക്കില്ല. അയ്യോ, അത് പിന്നെ ചേട്ടൻ സ്റ്റേഷനിൽ ഇരിക്കുക വക്കീലെ. അവൻ അവിടെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യട്ടെ. ഈ കേസ് സത്യഭാമ ഏക്കില്ല. മോഹനകൃഷ്ണ, എന്തോ? ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ശശി പോയിക്കോളൂ. ശശി എന്നെ കാണാൻ വന്നല്ലേ? ഇതിന് വെറുതെ മോനോട്ട് ഇടപെടണ്ട. ഇടപെടും. എന്റെ ഭാര്യ ഏതൊക്കെ കേസ് വാദിക്കണം വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ശശി പോയിക്കോളൂ. ശശി പോയിക്കോളൂ. ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം. ശശി ശരി വക്കീലെ, വരട്ടെ. നീ ആ കേസ് വാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ഞാൻ ഏത് കേസ് വാദിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോഹനകൃഷ്ണ, സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്ത നീ എന്ത് വില്ലേജ് ഓഫീസറാ? കഷ്ടം. അതെ, ഞാനൊന്ന് പുറത്തു ചുറ്റിയേച്ച് വരാം. നീ അമ്മാവന്റെ മുന്നിൽ വെച്ച് ധിക്കരിച്ച് ഭയങ്കര മോശമായി പോയി. എന്നെ മര്യാദ പഠിപ്പിക്കുന്നതിന് മുന്നേ പോയി അമ്മാവനെ പഠിപ്പിക്ക്. ഈ പോകുന്ന പോക്കിൽ ഇനി എന്തൊക്കെ പുകയിലാണാവോ ഉണ്ടാക്കാൻ പോണത്. അമ്മാവന് മരുമകനും കൊണ്ട് തുന്നി ഇറങ്ങിയിരിക്കാം മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. നീ എന്തിനാ എന്നെ അമ്മാവനെ കുറ്റം പറയുന്നത്? അമ്മാവൻ പറഞ്ഞാൽ കാര്യമില്ലേ? മോഹനേട്ടാ, വെറുതെ എന്റെ വാലിരിക്കുന്ന കേൾക്കാൻ നിൽക്കാതെ പോവാൻ നോക്കി. ശരിയാവും. അമ്മാവൻ നമ്മുടെ നന്മയെ കരുതില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്? കുടുംബത്തിന് ഒരു ചീത്തപ്പേരുണ്ടാകാതെ നോക്കുക എന്നുള്ളത് കുടുംബത്തിൽ തന്നെ ഒരു മുതിർന്ന കാരണവർ എന്ന നിലയിൽ അമ്മാവന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ മോഹനേട്ടൻ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിച്ചേ അടങ്ങും. ഏത് പറയാൻ? ഞാനും അമ്മാവനും പറഞ്ഞതാണ് ന്യായമെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. മോഹനേട്ടാ, അമ്മാവന്റെ വിശേഷം അധികം എന്നോട് പറയാൻ നിക്കല്ലേ. ചെറിയ പ്രായം മുഴുവൻ ഭക്തി തലയ്ക്ക് പിടിച്ച് നാട്ടിലൂടെ തെക്കും വടക്ക് നടന്ന് പ്രാന്താണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിച്ചു. അത് കുടുംബത്തിന് വലിയ അന്തസ്സാണല്ലോ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ആര് പറയാതെ നാട് വിട്ടുപോയി ഏതോ ഒരു നാട്ടിൽ 10-15 കൊല്ലം തെണ്ടി തിരിഞ്ഞ് നടന്നു. അതും കുടുംബത്തിന് ഭയങ്കര പേരായിപ്പോയി. തിരിച്ച് ഇവിടെ വന്ന് കയറിയ അന്നു മുതൽ മോഹനേട്ടന് അമ്മാവൻ നൽകുന്ന തലവേദനകൾ ഞാൻ ഇനി പറഞ്ഞു തരണമായിരിക്കും. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രൂപ 2500 പോയി. അതങ്ങ് മറന്നുപോയായിരിക്കും. ഇത്രയും ദ്രോഹം ചെയ്തിട്ട് മോഹനേട്ടൻ ഇപ്പോഴും അമ്മാവന്റെ പക്ഷത്താണ്. ഞാനും മോഹനേട്ടനും കൂടെ സ്വസ്ഥമായി സമാധാനമായി കഴിഞ്ഞൊരു വീട്ടിൽ വന്ന് കയറി നമ്മുടെ സ്വസ്ഥ മുഴുവനും കളഞ്ഞു കുളിച്ച അമ്മാവനാണ് മോഹനേട്ടൻ എല്ലാത്തിലും വലുത്. ആ അമ്മാവന്റെ വാക്ക് കേട്ട് മോഹനേട്ടൻ എന്നെ പേടിപ്പിക്കാൻ വരരുത്. മോഹനേട്ടാ, അമ്മാവൻ ഇന്നങ്ങ് പോവും. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ജീവിക്കേണ്ടത് ഞാനും മോഹനേട്ടനുമാണ്. അതൊന്നും മറക്കാതിരുന്നാ കൊള്ളാം. എന്തിനാ പേടിപ്പിക്കുന്നത്? എന്റെ നന്മ കരുതി അമ്മ ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ അമ്മാവനോട് തെറ്റുപറ്റി കരുതി അമ്മ പറയുന്നതൊക്കെ അബദ്ധമാണെന്ന് പറയാൻ പറ്റൂ? ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായതും വക്കീലായതും മോഹനേട്ടനോടോ മോഹനേട്ടന്റെ അമ്മാവനോടോ ചോദിച്ചിട്ടല്ല. വക്കീലാകാമെങ്കിൽ പിന്നെ ഏത് കേസ് വാദിക്കണമെന്നും എനിക്കറിയാം. ഇനിയും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് നല്ലതല്ല എന്ന് അമ്മാവനോട് ഒന്ന് പറഞ്ഞിരുന്നാൽ നല്ലത്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ തോന്നിയത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ഭാസ്കറിന്റെ കേസ് വാദിക്കാൻ നീ പോകാൻ പറ്റില്ല. ഇതെന്റെ തീരുമാനം. എങ്കിൽ പിന്നെ രണ്ടാമൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, മോഹനേട്ടന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത അമ്മാവൻ എന്തോ പറയുന്നത് കേട്ട് എന്നെ പേടിപ്പിക്കാൻ വന്നോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വിദ്യാഭ്യാസവും പ്രായോഗിക ബുദ്ധിയും തമ്മിൽ വലിയ ബന്ധമില്ല. അമ്മാവനെ പോലുള്ളവർ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ലോക വിവരവും അനുഭവജ്ഞാനവും വെച്ചാണ്. അത് തെറ്റാണെന്ന് എങ്ങനെ പറയും? എന്ത് ലോക വിവരം? 5 കൊല്ലം മെനക്കെട്ട് പഠിച്ച് LLB പാസ്സായി ഒരു വക്കീലായി 5-6 കൊല്ലം ജോലി ചെയ്ത എന്നെക്കാട്ടിലും അമ്മാവന് എന്ത് നിയമം അറിയാം?
പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടുപേര് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എതിരെയുള്ള കേസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണ്. ഞാൻ പോയി അവരെ ജാമ്യത്തിലിറക്കുന്നു എന്നതിന്റെ അർത്ഥം ഞാൻ അവരുടെ കേസ് വാദിക്കുന്നു എന്നതല്ല. വാദവും വിസ്താരവും ഒക്കെ കേസ് കോടതിയിൽ വരുമ്പോഴാണ്, പോലീസ് സ്റ്റേഷൻ വെച്ചല്ല. പക്ഷേ ഭാമേ, നീ പറയുന്ന രണ്ടു പേർ, ഒന്നാമൻ പ്രകാശൻ, ഒരു തല്ല് കേസിലെ പ്രതി, രണ്ടാമൻ ഭാസ്കരൻ, ഒരു മോഷണ കേസിലെ പ്രതി. അങ്ങനെയുള്ളവരെ ജാമ്യത്തിലിറക്കാൻ നീ പോകുന്നത് എനിക്ക് നാണക്കേടാണ്. എന്റെ ജോലി അതാണ്. മോഹനേട്ടൻ രാവിലെ നല്ല ഷർട്ടും മുണ്ടും എടുത്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിരുന്ന് കരം തീർത്ത് രസീത് കൊടുക്കുന്ന ഒരു സാധാ ഗുമസ്തനല്ലേ? എനിക്കൊന്ന് നാണക്കേടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു സാധാ ഗുമസ്തനല്ല. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ. ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയായ നീ എന്റെ അന്തസ്സിനൊത്ത കേസ് മാത്രമേ വാദിക്കാവൂ. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ നേരത്ത് അങ്ങനെ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാ കാര്യം ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന വരില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ചു. ഇനി എന്റെ അന്തസ്സിനും യോഗ്യതയ്ക്കും അനുസരിച്ച് മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. അതിന് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മളിൽ ഒരാൾ മാത്രമേ ഇവിടെ താമസിക്കൂ. ഒരാളുടെ കാര്യമായിട്ടാണ് പറയണത്? അതെ. ഇന്നു മുതൽ മാന്യന്മാരായ ആളുകളുടെ മാന്യമായ കേസുകൾ മാത്രം നീ വാദിച്ചാൽ മതി. കൊള്ള, കൊല, തട്ടിപ്പ്, മോഷണം, തമ്മിത്തല്ല് തുടങ്ങിയ ഒരു കേസും നീ വാദിക്കാൻ പാടില്ല. അത് എന്റെ തീരുമാനമാണ്. വക്കീലേ, ഉത്തമൻ വീണ്ടും വന്നിട്ടുണ്ട്. പ്രകാശനെ ജാമ്യത്തിലിറക്കാൻ വേറെ വക്കീൽ അന്വേഷിച്ചോളാൻ ഉത്തമനോട് പറഞ്ഞേക്ക്. ആല് വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇത് എന്തൊരു കൂത്താ നോക്കണേ. നമസ്കാരമുണ്ട് സാർ. വക്കീലില്ലേ? വക്കീലുണ്ട്. പക്ഷേ ഉത്തമൻ നേരത്തെ കൊണ്ടുവന്ന പ്രകാശന്റെ തല്ല് കേസ് വാദിക്കാനാണെങ്കിൽ നടക്കില്ല. ഇന്നു മുതൽ ഭാമ ഏതൊക്കെ കേസ് വാദിക്കണം, ഏതൊക്കെ കേസ് വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്താ ഉത്തമ? വക്കീലെ, ഒരു കേസിന്റെ കാര്യം പറയാനുണ്ട്. പ്രകാശന്റെ കാര്യല്ലേ? 11 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് വരാതെ ഞാൻ പറഞ്ഞല്ലേ? നീ പോയത് തന്നെ. ഉത്തമ, സാർ, സ്റ്റേഷനിൽ തല്ല് കേസുണ്ടാക്കിയ പ്രകാശൻ മാത്രമല്ല ഇരിക്കുന്നത്, തേങ്ങാമോഷണ കേസിലെ പ്രതിയായ ഭാസ്കരനും അവിടെ ഉണ്ട്. ഇനിയിപ്പൊ പോക്കറ്റടി, മുച്ചീട്ടുകളുടെ ഒക്കെ പേരിൽ പോലീസ് പിടിച്ച വേറെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവും. അവരെയും ജാമ്യത്തിലിറക്കാൻ ഈ മഹത് വക്കീൽ തന്നെ പോണം. സാറേ, ഇത് പോക്കറ്റടിയും മുച്ചീട്ടുകളിയൊന്നും അല്ല, വേറൊരു കേസാ. ഒരു തട്ടിപ്പ് കേസ്. അയാളും പോലീസ് സ്റ്റേഷനുണ്ടോ? ഉണ്ടാവും. പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ട് പോകുന്ന ഞാൻ കണ്ടു. സ്റ്റേഷനിലേക്കാണോ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. കൃത്യമായിട്ട് അറിയില്ലെന്നോ? പിന്നെന്തിനാ ഉത്തമൻ ഇങ്ങോട്ട് വന്നത്? വരുമല്ലോ. നാട്ടിലെ മറ്റു വക്കീലന്മാർ ഏറ്റെടുക്കാൻ മടിക്കുന്ന സകല നാടൻ കെട്ട കേസും ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണല്ലോ നീ. മോനോടൊന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? ഉത്തമൻ കാര്യം പറയാൻ വന്നല്ലേ, അതൊന്ന് പറയട്ടെ. പറ ഉത്തമ. മനസ്സിൽ വിചാരിക്കുന്ന എന്ത് കാര്യവും സാധിച്ചു തരുന്ന ഒരു പ്രത്യേകതര ഏലസ് ഉണ്ടെന്നും അതിന് ദിവ്യശക്തി ഉണ്ടെന്നും പറഞ്ഞ് ടൈലർ പുരുഷോത്തമന്റെ കയ്യിൽ നിന്നും രൂപ 5000 വാങ്ങിച്ചിട്ട് ദാമോദരന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് സാധാ നൂല് വാങ്ങിക്കൊടുത്തു പറ്റിച്ചു എന്ന് പറഞ്ഞൊരു തരികട സിദ്ധനെതിരെയാ കേസ്. സിദ്ധനെ പോലീസ് ഒക്കെ എടുത്തോണ്ട് പോയി. കൊണ്ടുപോകും. ദൈവത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെ ആളെ പറ്റിക്കുന്നവനൊക്കെ പോലീസ് കൊണ്ടുപോകണം. അതുപോലെ ഈ കള്ളന്മാരായിട്ടൊക്കെ ഉത്തമനെ താടുപ്പം. അയ്യയ്യ, എനിക്കൊരടുപ്പമില്ല സാറേ. പറഞ്ഞു വരുമ്പോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിന്റെ അമ്മാവനാണ് ഈ സിദ്ധൻ. ഈ കാന്തള്ളൂർ വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറെന്ന് മോഹനേഷ് സാർ കേട്ടിട്ടുണ്ടോ? ആ സാറ് തന്നെ. സാറിന്റെ അമ്മാവനെയാണ് പോലീസ് പൊക്കിക്കൊണ്ട് പോയത്. സാറേ, ഞാൻ പഞ്ചായത്ത് സ്കൂളിന്റെ ഇപ്പുറത്തെ വളവ് തിരിയുമ്പോ സാറിന്റെ അമ്മാവൻ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടു. അമ്മാവനാണല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ വണ്ടി നിർത്താൻ വേണ്ടി നോക്കിയതോ അതിനു മുമ്പ് ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ വന്നു നിന്നു. 2 പോലീസുകാരന്മാർ ചാടി ഇറങ്ങി. പിന്നെ ഞാൻ കാണുന്നത് സാറിന്റെ അമ്മാവൻ ഇങ്ങനെ എയറിലൂടെ പറന്ന് പോലീസ് ജീപ്പിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ജീപ്പ് അപ്പൊ തന്നെ പോയി. സംഭവം കണ്ടു ഓടി വന്ന മാധവൻ കുട്ടിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് പുരുഷോത്തമ കേസ് കൊടുത്ത കാര്യം. വക്കീലെ, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ സംഗതി വഷളാവേ. ആ SI വിക്രമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള കാര്യം അറിയാലോ. മോഷണ കേസിലെ പ്രതിയെ, തല്ല് കേസിലെ പ്രതിയെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ സൈസ് വ്യാജന്മാരെ പിടികിട്ടി കഴിഞ്ഞാൽ ഇടിച്ച് നട്ടലൂരി കളയോ.
ഇനിയിപ്പോ എന്താ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനം എടുക്കുക. എന്നാ ഞാൻ പോട്ടെ സാർ, ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഓടി. അമ്മേ അമ്മാവേ ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മാവനെ? സ്റ്റേഷനിൽ പോയി ജാമ്യം കിട്ടുമെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ മോഹനേട്ടാ. കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും വക്കാലത്തുമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറവ് എന്റെ ഭർത്താവിന്. ഈശ്വര അമ്മാവേ ഇനി ഞാൻ അയ്യോ ആമേ ആമേ ഉദ്ധവ് പറഞ്ഞ കേട്ടില്ലേ? ഈ എസ് ഐ വിക്രം ആള് ഭയങ്കരനാ. അമ്മാവനല്ല ദേഹോദ്രവം ചെയ്യൂല്ലോ മോഹനേട്ടാ. ഇമ്മാതിരി തട്ടിപ്പുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ കൈത്തിരിപ്പ് മാറ്റിയിട്ടേ വിക്രമ സാർ സംസാരിച്ചു തുടങ്ങുള്ളൂ. ഒന്നാലോചിച്ച നന്നായി. ഈ തകിടിന്റെയും ഏലസിന്റെയും ഒക്കെ കാര്യം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന പരമകള്ളന്മാർക്ക് 2 കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പറയല്ലേ മാമേ, നമ്മുടെ അമ്മാവനല്ലേ. അമ്മാവൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ വന്നപ്പോ പോലീസ് അല്ലി പറഞ്ഞ അതിന്റെ നാണക്കേട് നമുക്കല്ലേ. അമ്മാവൻ ഇവിടെ താമസിക്കാൻ വന്നതിന്റെ പേരിലല്ലല്ലോ മോഹനേട്ട തല്ലു കിട്ടുന്നത്, നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടല്ലേ. പക്ഷെ അത് അമ്മാവൻ അകത്തും പറ്റിയതായിരിക്കും. അമ്മ ഒരു പാവാ. മോഹനേട്ടൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും. പക്ഷേ ഒരു തട്ടിപ്പുകാരന്റെ കേസ് ബാധിക്കാൻ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അല്ല അപ്പൊ പിന്നെ ഞാൻ എങ്ങോട്ട് പോവും? അയ്യോ, എനിക്കത് ഓർക്കാൻ കൂടെ പറ്റില്ല. അതൊക്കെ അന്നേരം ഞാൻ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ. അല്ലെങ്കിൽ തന്നെ നിന്നെ ഇറക്കി വിട്ടിട്ട് ഞാനിവിടെ എങ്ങനെ താമസിക്കും? അമ്മാവനുണ്ടല്ലോ. മോഹനേട്ടൻ എന്നെക്കാളും വലുത് അമ്മാവനല്ലേ. ആര് പറഞ്ഞു? മോഹനേട്ടൻ തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ വെറുതെ വാശിക്ക് പറഞ്ഞാണെന്ന് നിനക്ക് തന്നെ അറിയാലോ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് നീയല്ലേ. എന്താ പറഞ്ഞത്? ഞാൻ ശരിക്കും കേട്ടില്ല. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് നീയല്ലേ. ഇനിത് മാറ്റി പറയോ? അങ്ങനെ മാറ്റി പറയുന്നേ? അതാണ് സത്യം, നിനക്ക് അറിയാലോ. അപ്പൊ ആദ്യം പ്രകാശനെ പിന്നെ ഭാസ്കരനെ ജാമ്യത്തിലിറക്കാം. അത് കഴിഞ്ഞ് പിന്നെ അമ്മാവനെ. അല്ല, ആദ്യം അമ്മാവനെ ഇറക്കണം. പുറത്താരെങ്കിലും അറിഞ്ഞ മാനം പോവില്ലേ. അപ്പൊ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്. ഇപ്പൊ പറയുന്നു മാനം കളയാതെ നോക്കാൻ ഞാൻ വേണം. അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലോ. തീർത്തോ? എന്നാ കുഴപ്പമില്ല. ഒടുവിൽ കളി കാര്യമായി. സത്യഭാമയെ തോൽപ്പിക്കാൻ അമ്മാവനെ ന്യായീകരിച്ച മോഹനകൃഷ്ണന് ഇപ്പോഴെങ്കിലും കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടിയല്ലോ. വക്കീലന്മാർ അത്ര ചെറിയ ആളുകളല്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.